ഈ എന്തായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്? ഫസ്റ്റ് മൂവി എന്താ എലാബറേറ്റ് ചെയ്യണ്ടേ? ജയ് ഗണേഷ് ആയിരുന്നു ഫസ്റ്റ് ഫിലിം. അത് കഴിഞ്ഞ് വന്ന സിനിമ റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ ധ്യാൻ ചേട്ടൻ എങ്ങനെ തഗ്ഗിലേക്ക് എത്തിയെന്നുള്ളതിന്റെ ഏകദേശ രൂപം മനസ്സിലായി. ആരും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരുടെ ഞാനങ്ങനെ ചോദിക്കാൻ പാടില്ല. തുടങ്ങിയ സമയത്ത് ധ്യാന്റെ ഫേസും തഗ്ഗുമായിട്ട് കണക്ഷൻ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ തഗ്ഗായത് എനിക്ക് മനസ്സിലാവും. അതെ അതെ അതെ. എൻ്റെ ഇപ്പം ആസ് എൻ ഫസ്റ്റ് മൂവി എന്നുള്ള എക്സ്പീരിയൻസ് ആണോ ഞാൻ പറയണ്ടേ, എന്താ പറയണ്ടേ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കൊടുക്കാൻ കൊച്ചിന് അതാന്ന് തോന്നുന്ന എന്റെ പ്രശ്നം. എവിടെ കുട്ടിയുടെ അത് കയ്യിലില്ലാത്തതാ പറ. കുട്ടാ, നമ്മള് ജയ് ഗണേഷിലാണ് തുടങ്ങിയത്, ഇപ്പൊ നമ്മള് തഗ്ഗിലെത്തി. ഇനി എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് തുടങ്ങിയത് ഏറ്റവും ആദ്യം. മ്യൂസിക് വീഡിയോ ഷോർട്ട് ഫിലിംസ് അത് ചെയ്തത് അതാണ് ചെയ്യാൻ ആഗ്രഹം എന്നുള്ളതുകൊണ്ട് ചെയ്തതല്ല. ശരിക്കും എനിക്ക് വരുന്ന വർക്ക് ഞാൻ ചെയ്തതാണ്. സോ ദാറ്റ് എക്സ്പീരിയൻസ് കിട്ടാനും പഠിക്കാനും. ഇപ്പം ചെറിയ വർക്ക് ആണെങ്കിലും ചില അപ്കമിങ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇറ്റ്സ് എ ഫോം ഓഫ് ആർട്ട്. നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു സിനിമ സെറ്റിൽ ചെന്നിട്ട് നമുക്ക് അധികം കമ്മ്യൂണിക്കേഷൻ നടക്കില്ലായിരിക്കും. ഒരു ഡയറക്ടർ ഓക്കെ വന്ന് ചെന്ന്, ബാലചേട്ടൻ അങ്ങനെ ആയിരുന്നില്ല, പെട്ടെന്ന് പറയോ ചെയ്യൂ എന്നൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ സമയത്ത് നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്യാനും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ ഓഡിഷൻസ് ആണ് പിന്നെ ചെയ്യാറ്. ഓഡിഷൻസ് എന്ന് പറയുമ്പോൾ അഗ്രസീവായിട്ട് ഓഡിഷൻസ് കൊടുക്കാറുണ്ട്. വരുന്ന ഒട്ടുമിക്ക ഓഡിഷൻസിനും പ്രൊഫൈൽ അയക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോയി ഓഡിഷൻ കൊടുക്കും. അങ്ങനെ സ്ഥിരം ഒരു ഓഡിഷൻ തൊഴിലാളിയായിട്ട് കുറച്ച് വർക്കുകളിൽ ഞാൻ വന്നു. അത് നിവിൻ ചേട്ടൻ്റെ സീരീസ് ഉണ്ട്, ഫാർമയിലുണ്ട്, പിന്നാണലി മിഥുൻ ചേട്ടൻ്റെ. അതിനകത്തൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ. ഇപ്പോൾ ഓഡിഷൻ എന്ന് പറയുമ്പോൾ ലിമിറ്റേഷൻ, അതിനകത്ത് കേന്ദ്ര കഥാപാത്രങ്ങൾക്കായിരിക്കില്ല മെജോറിറ്റി ഓഡിഷൻസും നടക്കുക. നമ്മൾ ചില ഓഡിഷൻസ് മാത്രമാണ് നായകൻ നായിക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിക്കുക. എന്ന് വെച്ചാൽ എല്ലാതും ഇമ്പോർട്ടൻറ്റും ആണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള വർക്കുകൾ അങ്ങനെ ചെയ്ത് വന്നു. ഉജ്വലിൽ നിന്നും എനിക്ക് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അങ്ങനെ വിളിച്ചതാണ്. അങ്ങനെ എന്നെ ഇവിടുന്നും രാജൻ ചേട്ടനാണ് വിളിക്കുന്നത്, ബാലചേട്ടനും രാജേട്ടനും കൂടിയാണ് വിളിക്കുന്നത്. വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ക്ലിയറിന് 2 ദിവസമാണ് ഷൂട്ടുള്ളത്, പക്ഷെ നിങ്ങളൊരു പ്രധാനപ്പെട്ട വേഷമാണ് ചെയ്യണേ. അപ്പം ഞാൻ ഇതെങ്ങനെ ഈ 2 ദിവസം കൊണ്ട് പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ഡൗട്ട്. അപ്പോൾ പക്ഷേ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു എക്സിക്യൂഷൻ സ്റ്റൈലും അവരുടെ സിനിമ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, എത്ര സമയം കൊണ്ട്, വളരെ കൃത്യമായിട്ടുള്ള ഷെഡ്യൂളിങ്ങും കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും എല്ലാം ഇവിടെ ഭയങ്കര ഇൻടാക്റ്റ് ആയിരുന്നു. അപ്പം അത് മനസ്സിലായി ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്.